വയനാട് വടക്കനാട് പള്ളിവയലിൽ കാട്ടാന ഗേറ്റ് തകർത്തു. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. രാവിലെ 6 മണിവരെ പ്രദേശത്ത് നിലയുറപ്പിച്ച ഒറ്റയാൻ രാവിലെ പാലുമായി വന്ന ക്ഷീര കർഷകരെയും ഓടിച്ചു. ഒറ്റയാൻ നിരന്തരമായി മേഖലയിൽ ഇറങ്ങാറുണ്ടെന്ന് നാട്ടുകാർ. ആദ്യം ദൃശ്യങ്ങൾ കാണാം. വയനാട് പള്ളിവയലിലാണ് ഈ കാട്ടാനയുടെ പരാക്രമം. ഗേറ്റ് തകർത്തു. ഈ ഭാഗത്ത്, ഈ പള്ളിവയൽ ഭാഗത്ത് എപ്പോഴും കാട്ടാനയുടെ ഈ ഒറ്റയാന്റെ ശല്യം ഉണ്ട് എന്നാണ് നാട്ടുകാരുടെ, പ്രദേശവാസികളുടെ പരാതിയും. കമലുണ്ട്. കമൽ, വിവരങ്ങൾ. ഈ വടക്കനാട് എന്ന് പറയുന്നത് നിരന്തരം വന്യജീവി സംഘർഷമുണ്ടാകുന്ന ഒരു മേഖലയാണ്. നിരന്തരമായി കാട്ടാന ഉൾപ്പെടെയുള്ളവ ഇറങ്ങുന്ന ഒരു ഗ്രാമമാണ്. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുൻപും വലിയ സമരങ്ങൾ അടക്കം നടന്നിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഒറ്റയാൻ ശരി, കമല പറഞ്ഞതുപോലെ കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ് ഈ പ്രദേശത്ത്. പള്ളിവയൽ ഭാഗത്ത് ഒറ്റയാൻ ഇന്നലെ രാത്രി ഒരു വീട്ടിലേക്കുള്ള ഗേറ്റ് തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമൽ, പ്രദേശവാസികളുടെ പരാതി എന്താണ്? വനംവകുപ്പ് കാര്യക്ഷമമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണോ? ഇന്നലെ പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ ഒറ്റയാൻ നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒറ്റയാൻ നിരന്തരം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു എന്നാണ് ആളുകളുടെ പരാതി. എന്തായാലും ഈ മുൻപ് ഇവിടെ ഇത്തരത്തിലൊരു ഒറ്റയാൻ ഇറങ്ങി പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് ആനയെ പിടികൂടി. വടക്കനാട് കൊമ്പൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു കാട്ടാനയാണ് ഈ മേഖലയിൽ മുൻപ് പ്രശ്നമുണ്ടാക്കിയിരുന്നത്. ആ ആനയെ വനംവകുപ്പ് പിടികൂടി പുങ്കിയാനയാക്കിയിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പെർമനന്റ് ആയ ഒരു സൊല്യൂഷൻ ഈ പ്രശ്നത്തിലും വേണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ആൾതാമസമില്ലാത്ത ഒരു വീടിന്റെ ഗേറ്റാണ് ആന തകർത്തത്. പക്ഷെ രാവിലെ 6 മണിവരെ ഈ ഒറ്റയാൻ പ്രദേശത്ത് നിലയുറപ്പിക്കുകയും പാലുമായി പോയ ക്ഷീരകർഷകരെ അടക്കം ഭയപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുകയാണ് എന്നാണ് പ്രദേശവാസികളുടെ പരാതി.